ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിൻ അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC MAK വഴി BSc നഴ്സിങ്ങിന് മാനേജ്മെൻറ്റ് സീറ്റുകൾ എടുക്കുമ്പോൾ ഉള്ള ഫീസ് സ്ട്രക്ചർ എത്രയാണെന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന്. അതായത് നിങ്ങളിപ്പോൾ ട്യൂഷൻ ഫീസ് NRI സ്റ്റുഡൻസ് അല്ലാത്ത കുട്ടികൾ, അതായത് നോർമലുള്ള എല്ലാ കാറ്റഗറിയുള്ള സ്റ്റുഡൻസും അടയ്ക്കേണ്ട ഫീസ് പറഞ്ഞു തരാം. ട്യൂഷൻ ഫീ വരുന്നത് 80,328 രൂപയാണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,980 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് 21,230 രൂപയാണ് വരുന്നത്. പിന്നെ കോഷൻ ഡിപ്പോസിറ്റാണ് അടയ്ക്കേണ്ടത്. കോഷൻ ഡിപ്പോസിറ്റ് 10,000 റുപ്പീസാണ്. ഇത് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. അതായത് നിങ്ങളെ 4 വർഷത്തെ പഠനത്തിന് ശേഷം ഈ ക്യാഷ് തിരിച്ചു തരും. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും ഡ്രോപ്പായി പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്യാഷ് ഒന്നും റീഫണ്ടബിൾ അല്ല കേട്ടോ. അതായത് ഈ 10,000 റുപ്പീസ് കോഷൻ ഡിപ്പോസിറ്റ് റീഫണ്ടബിൾ അല്ല കേട്ടോ. ഇത്രയുമാണ് നോർമൽ കാറ്റഗറി സ്റ്റുഡൻസിന്, അതായത് OBC എല്ലാ രീതിയിലുള്ള കാറ്റഗറി സ്റ്റുഡൻസിനും വരുന്നത്. ഇനി അടുത്തത് NRI സീറ്റിൻ്റെ ഫീസിന് ഡിഫറൻസ് ഉണ്ട്. NRI സീറ്റ് എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, നോൺ കേരളൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള സീറ്റാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പഠിക്കുന്ന പുറത്ത് നിന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പിൽ കിട്ടുന്ന സീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NRI ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ആ സീറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ സീറ്റിൽ കുട്ടികൾക്ക് വരുമ്പോൾ ഫീസ് കൂടുതലാണ്. ട്യൂഷൻ ഫീ വരുന്നത് 1,04,500 റുപ്പീസ്. സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,980 റുപ്പീസാണ്. അത് സെക്കൻഡ് ഇയർ തൊട്ട് 21,230 റുപ്പീസാണ് വരുന്നത്. കോഷൻ ഡിപ്പോസിറ്റ് ഇവർക്കും വരുന്നുണ്ട്, 10,000 റുപ്പീസാണ് വരുന്നത്. ഇത് 4 വർഷത്തെ പഠനത്തിന് ശേഷം റീഫണ്ടബിൾ ആണ്. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയേണ്ടതെന്ന് പറയുന്നത്, BSc നഴ്സിംഗിൽ എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഇതേ ഫീ ആണ്. SC ST OEC ഫിഷർമാൻ ഈ റിസർവേഷൻ ഒന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ സ്കോളർഷിപ്പും PNC MAK വഴി ഇല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ PNC MAKയിൽ സെപ്റ്റംബർ 1-ാം തീയതി അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾ ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിൽ മാത്രം പോയി അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്ത പക്ഷേ അവിടുത്തെ സീറ്റ് ക്യാൻസലാകും. ആ റിസ്ക് കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഈ ഫീസ് എല്ലാവരും റെഡിയാക്കി വെക്കുക. അവർ പറയുന്ന സമയത്ത് തന്നെ കോളേജിൽ നിങ്ങൾ ഈ ഫുൾ ഫീയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ മാനേജ്മെൻറ്റ് സീറ്റ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട്, മൈസൂർ എന്നീ സ്ഥലങ്ങളിലുള്ള നല്ല മെഡിക്കൽ കോളേജസും നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കേരളത്തിൽ മാനേജ്മെൻറ്റ് സീറ്റും റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സീറ്റുകൾ ഓൾമോസ്റ്റ് ഫില്ലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ കുറവ് സീറ്റുകളേ ഉള്ളൂ. കേരളത്തിൽ എടുക്കാൻ നിൽക്കുന്നവരും എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ എൻക്വയറിക്ക് വേണ്ടി മാത്രമാണ് ഈ പേഴ്സണൽ നമ്പർ തരുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ തന്നെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.